അലീനയും വൈജയന്തിയും തമ്മിലുള്ള വാർക്കുപോര് അതിന്റെ മൂർത്താവസ്ഥയിലെത്തിയിരുന്നു. അലീനയുടെ വാക്കുകളിൽ നിഴലിക്കുന്നത് തോൽക്കാൻ മനസ്സില്ലാത്ത ഒരു പെൺകുട്ടിയുടെ നിശ്ചയദാർഢ്യമായിരുന്നു. വൈജയന്തിയുടെ മുഖത്ത് നോക്കി വളരെ ശാന്തമായി എന്നാൽ ഉറച്ച സ്വരത്തിൽ തന്നെ അലീന പറഞ്ഞു, എന്നെ ആരും ഇവിടെ സപ്പോർട്ട് ചെയ്യണമെന്നോ സ്നേഹിക്കണമെന്നോ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. എന്നെ സ്നേഹിക്കേണ്ട, ആ അച്ഛനെ നിങ്ങൾക്ക് സ്നേഹിക്കാലോ. അലീനയുടെ ഈ ചോദ്യം വൈജയന്തിൽ ആളിക്കത്തിച്ചത് വലിയൊരു ദേഷ്യമാണ്. സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെൺകുട്ടി അച്ഛ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അസഹിഷ്ണുത വൈജയന്തിയുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു. നീ ആരെടി അച്ഛ എന്ന് വിളിച്ചത്? വൈജയന്തി ചീറി അവളുടെ അടുത്തേക്ക് അടഞ്ഞു. അലീന ഒട്ടും കൂസലില്ലാതെ മറുപടി നൽകി, മാഡത്തിന്റെ മക്കളുടെ അച്ഛനെ തന്നെയാണ് ഞാൻ അച്ഛ എന്ന് വിളിച്ചത്. ഇത് കേട്ടതും വൈജയന്തിയുടെ നിയന്ത്രണം വിട്ടു. അതിന് നിനക്കാരാടി ലൈസൻസ് തന്നത് എന്റെ മക്കളുടെ അച്ഛ എന്നൊക്കെ അങ്ങനെ വിളിക്കാൻ നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന ചോദ്യത്തിനു മുന്നിൽ അലീന പതറിയില്ല. അതിനുള്ള ലൈസൻസ് എനിക്ക് തന്നത് ആ അച്ഛൻ തന്നെയാണ്, അലീന അഭിമാനത്തോടെ പറഞ്ഞു. എന്നാൽ വൈജയന്തി അവിടെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അലീനയുടെ ജനനത്തെയും പാരമ്പര്യത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ അവർ ക്രൂരമായ വാക്കുകൾ അഴിച്ചുവിട്ടു. എന്റെ മക്കൾക്ക് ആ ലൈസൻസ് ഉള്ളത് അവർ എന്റെ വയറ്റിൽ പിറന്നതുകൊണ്ടാണ്. പക്ഷേ നീയോ, ഏതോ ഒരു സ്ത്രീ ഏതോ അഴുക്കുചാലിൽ പ്രസവിച്ച് ഉപേക്ഷിച്ചു പോയ വെറും ഒരു ജന്മമല്ലേടി നീയ്. നിനക്ക് എന്ത് യോഗ്യതയാണ് എന്റെ മക്കളുടെ അച്ഛനെ അച്ഛ എന്ന് വിളിക്കാനുള്ളത്? വൈജയന്തിയുടെ ഈ വാക്കുകൾ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം തകർക്കുന്നതായിരുന്നു. പക്ഷേ അലീന അത് കേട്ട് തളർന്നില്ല. അവൾ പറഞ്ഞു, അതെന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് എങ്ങനെ ഒരു അധികാരം തന്നത് അച്ഛൻ തന്നെയാണ്. അത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. തുടർന്ന് അലീന പറഞ്ഞ വാക്കുകൾ വൈജയന്തിയെ പോലും ഒന്ന് ചിന്തിപ്പിക്കുന്നതായിരുന്നു. മാഡം എന്നെ ഇങ്ങനെ അപമാനിക്കുമ്പോൾ പണ്ടൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു. രാത്രിയിൽ തലയിണയിൽ മുഖമമർത്തി ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് സങ്കടമുണ്ട്. അതെന്നെ ഓർത്തിട്ടല്ല, മറിച്ച് മാഡത്തെ ഓർത്തിട്ടാണ്. ഇത്രയും പറഞ്ഞ് ഒരു വിജയുടെ ഭാവത്തോടെ അലീന അവിടെ നിന്നും പോയി. വൈജയന്തി ആകെ അപമാനിതയായി. ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കല്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് മനസ്സിലെ ദേഷ്യം മടക്കാനാവാതെ അലീന നേരെ മുറിയിലേക്ക് പോയി. വസ്ത്രം മാറി അടുക്കളയിലേക്ക് എത്തി. പാചകം ചെയ്യുക എന്നത് അവൾക്കൊരു ലഹരിയായിരുന്നു, ഒപ്പം അതൊരു പ്രതിഷേധവും. അടുക്കളയിൽ കയറിയ അവൾ പച്ചക്കറികൾ ഓരോന്നോരോന്നായി എടുത്തരിയാൻ തുടങ്ങി. രുചികരമായ വിഭവങ്ങളുണ്ടാക്കി എല്ലാവരെയും ഞെട്ടിക്കണമെന്നൊരു വാശി അവൾക്കുണ്ടായിരുന്നു. അല്പസമയത്തിനുള്ളിൽ അടുക്കളയിൽ നിന്ന് രുചികരമായ ഒരു മണം ഉയർന്നു തുടങ്ങി. സാമ്പാർ തിളക്കുന്നതിന്റെയും കറികൾ താളിക്കുന്നതിന്റെയും ശബ്ദം കേൾക്കാമായിരുന്നു. എല്ലാ പണികളും കഴിഞ്ഞ് അലീന വൈജയന്തിയുടെ അടുത്തേക്ക് ചെന്നു. മാഡം, കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. സാമ്പാറും ബാക്കി കറികളും എല്ലാം റെഡിയാണ്, അലീന അറിയിച്ചു. പക്ഷേ വൈജയന്തിയുടെ പക കെട്ടടങ്ങിയിരുന്നില്ല. നീ ഉണ്ടാക്കുന്ന കറികളോ ഭക്ഷണമോ ഒന്നും തന്നെ എന്റെ മക്കൾക്കോ ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം, അവർ തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ പറയല്ലേ മാഡം, ഭക്ഷണത്തോട് ഇങ്ങനൊരു വേർതിരിവ് കാണിക്കരുത്. ഞാൻ ഇത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഉണ്ടാക്കിയത്? അലീന ചോദിച്ചു. നീ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. നിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നറിഞ്ഞിട്ടും ഇങ്ങനെ നാണമില്ലേ അള്ളിച്ചു നിൽക്കുന്ന നിന്റെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതെല്ലാം തന്നെ വിഷമായിരിക്കും. നീ ഒരു വിഷജന്തുവാണ്, അതുകൊണ്ട് നീ ഉണ്ടാക്കുന്ന ഭക്ഷണവും വിഷമാവും. വൈജയന്തിയുടെ വാക്കുകൾ ക്രൂരയുടെ പര്യായത്തിൽ എത്തിച്ചിരുന്നു. ഈ സമയത്താണ് കൃഷ്ണമോൾ അങ്ങോട്ടേക്ക് വന്നത്. അമ്മയുടെ വർത്താനം കേട്ട് അവൾ അന്തം വിട്ടു നിന്നു. അമ്മയുടെ ഉദ്ദേശം എന്താണ്? കൃഷ്ണമോൾ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രം എൻ്റെ മക്കൾ കഴിച്ചാൽ മതി. വൈജയന്തി മകളോടും അത് ആവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്ത് കഴിക്കും? കൃഷ്ണമോൾ ചോദിച്ചു. നിന്റെ അച്ഛന് ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ആ ദത്തുപുത്രി ഉണ്ടാക്കുന്നത് കഴിച്ചോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല, വൈജയന്തി പറഞ്ഞു. അമ്മയുടെ ഈ പോക്ക് അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയ കൃഷ്ണമോൾ വൈജയന്തിയുടെ കയ്യിൽ കയറി പിടിച്ചു. അമ്മേ, ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എന്നാൽ വൈജയന്തി മകളെയും വെറുതെ വിട്ടില്ല. ഈ കാര്യത്തിൽ ഇടപെടണ്ട, നീ പോയി പഠിക്കാൻ നോക്ക്, അവർ ആക്രോശിച്ചു. പഠിക്കാൻ വേണ്ടി പുസ്തകം എടുത്തു വെച്ചാൽ തലയിലേക്ക് എന്തെങ്കിലും കയറണ്ടേ? അതിന് സമാധാനമുണ്ടോ ഈ വീട്ടിൽ? കൃഷ്ണമോള് തിരിച്ചു ചോദിച്ചു. നിന്റെ സമാധാനം കളയുന്നത് എന്താ, ഞാനാണോ എന്ന് വൈജയന്തി ചോദിച്ചപ്പോൾ പിന്നല്ലാതെ, അമ്മയല്ലാതെ ആരാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന കൃഷ്ണമോളുടെ മറുപടി വൈജയന്തിയെ കൂടുതൽ ചൊടിപ്പിച്ചു. അപ്പോഴും അലീന ശാന്തയായിരുന്നു. മാഡം, എന്നോട് എന്തൊക്കെ കാണിച്ചാലും എനിക്ക് മാഡത്തോട് ഒട്ടും ദേഷ്യമില്ല. മാഡം സത്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്. എല്ലാം അറിയുന്ന ഒരു ദിവസം മാഡത്തിന് കുറ്റബോധം തോന്നും. ഇത്രയും പറഞ്ഞ് അലീന അവിടെ നിന്നും പോയി. കൃഷ്ണമോളും അമ്മയെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് അവിടെ നിന്നും മാറിപ്പോയി. അലീനയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രം വൈജയന്തി അടുക്കളയിൽ കയറി. പക്ഷേ മനസ്സില്ലാ മനസ്സോടെയും ദേഷ്യത്തോടെയും ഉണ്ടാക്കിയ ഭക്ഷണം രുചികരമല്ലല്ലോ. പേരിനൊരു സാമ്പാറും തോരനും മാത്രമാണ് അവർ ഉണ്ടാക്കിയത്. ഉച്ചയായപ്പോൾ കൃഷ്ണമോൾ പോയി ബബിതയെയും രോഹിത്തിനെയും വിളിച്ചോണ്ട് വന്നു. എല്ലാവരും ഊൺമേശയിലിരുന്നു. വൈജയന്തി താൻ ഉണ്ടാക്കിയ സാമ്പാറും തോരനും കൊണ്ടുവന്നു വെച്ചു. ഈ സമയം അലീന താനുണ്ടാക്കിയ വിഭവങ്ങളെല്ലാം വിളമ്പാൻ തുനിഞ്ഞു. മാഡം, ഞാൻ ഉണ്ടാക്കിയ കറികൾ എന്തെങ്കിലും എടുക്കണോ? ചോറ് വേണമെങ്കിൽ മാഡം ഉണ്ടാക്കിയത് എടുത്തോളൂ.
അലീന കെഞ്ചിക്കൊണ്ട് ചോദിച്ചു. വേണ്ട, നിന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഒരു വിഷവും ഇവിടെ വേണ്ട. എന്തായാലും എൻ്റെ മക്കൾക്കും എനിക്കും വേണ്ട. വൈജയന്തി ആവർത്തിച്ചു പറഞ്ഞു. മാഡം, ഞാനുണ്ടാക്കിയ തോരൻ അല്പം എടുത്തോട്ടെ എന്ന് അലീന വീണ്ടും ചോദിച്ചപ്പോൾ നീ അതിൽ തൊട്ടാൽ തന്നെ നിന്റെ കൈ ഞാൻ വെട്ടുമെന്നായിരുന്നു വൈജയന്തിയുടെ ഭീഷണി. അലീനക്ക് ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് വൈജയന്തിയുടെ സ്നേഹം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവൾ അങ്ങനെ ചോദിച്ചത്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള മനസ്സ് വൈജയന്തിക്കില്ലായിരുന്നു. മക്കൾക്ക് വൈജയന്തി ഭക്ഷണം നൽകി. പാത്രത്തിൽ വെറും സാമ്പാറും തോരനും മാത്രം. രോഹിത് ചോദിച്ചു, വേറെ കറികളൊന്നുമില്ലേ അമ്മേ? ഇല്ല, സാമ്പാറും തോരനും മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കാൻ അതൊക്കെ പോരെ? വൈജയന്തി തിരിച്ചു ചോദിച്ചു. മക്കൾക്ക് അതൊട്ടും തന്നെ ഇഷ്ടമില്ലെങ്കിലും അമ്മയുടെ വാശി ജയിക്കാൻ വേണ്ടി അവർ അത് കഴിക്കാൻ തീരുമാനിച്ചു. കൃഷ്ണമോള് ചോദിച്ചു, അലീന ചേച്ചി വേറെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ? അവൾ ഉണ്ടാക്കിയതൊക്കെ അവൾക്കും അച്ഛനുമുള്ളതാണ്. അവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം എൻ്റെ മക്കൾ കഴിക്കില്ല. വൈജയന്തി വിശദീകരിച്ചു. അമ്മയുടെ ഈ വിചിത്രമായ വാദം കേട്ട് കൃഷ്ണമോൾക്ക് ചിരിയാണ് വന്നത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതും കുട്ടികളുടെ മുഖമാകെ മാറി. സാമ്പാറിന് വല്ലാത്ത പുളി, തോരനാണെങ്കിൽ കരിഞ്ഞും രുചിയില്ലാതെ എന്തോ പോലെ. ഇതെന്താ അമ്മ ഈ സാമ്പാർ ഇങ്ങനെ? തോരൻ അടിയിൽ പിടിച്ചതാണോ? ഇതെങ്ങനെയാ കഴിക്കുന്നത്? രോഹിത് ദേഷ്യപ്പെട്ടു ചോദിച്ചു. വേറെ കറി ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ എഴുന്നേറ്റു. നീ അടുക്കളയിൽ പോയി വേറെ കറി തപ്പൊന്നും വേണ്ട, അത് കൂട്ടി കഴിച്ചാൽ മതിയെന്ന് വൈജയന്തി പറഞ്ഞ് തടഞ്ഞു. പക്ഷേ കൃഷ്ണമോള് കേട്ടില്ല. ബബിത പറഞ്ഞു, അവൾ പോയി അലീന ഉണ്ടാക്കിയ കറികൾ എടുത്തോണ്ട് വരും അമ്മേ. കൃഷ്ണമോൾ അടുക്കളയിൽ ചെന്നപ്പോൾ കണ്ടത് വിഭവസമൃദ്ധമായ സദ്യയാണ്. മീൻ വറുത്തത്, മീൻ ഫ്രൈ, ചെമ്മീൻ ഫ്രൈ, മോരുകറി, രുചിയൂറുന്ന വിഭവങ്ങൾ. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടാണോ ചേച്ചി തരാതിരുന്നത് എന്ന് ചോദിച്ച് അവൾ അതെല്ലാം തന്നെ ഒരു പാത്രത്തിലാക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്നു. മീൻ വറുത്തത് കണ്ടപ്പോൾ ബബിതക്ക് കൊതി വന്നു. പക്ഷേ അമ്മയെ പേടിച്ച് അവൾ ഒന്നും മിണ്ടിയില്ല. കൃഷ്ണമോൾ അമ്മ ഉണ്ടാക്കിയ കറികൾ മാറ്റിവെച്ച് അലീനയുടെ കറികൾ കൂട്ടി ചോറ് കഴിക്കാൻ തുടങ്ങി. ഇത് കണ്ട രോഹിത് ദേഷ്യപ്പെട്ടു. നിനക്ക് കഴിക്കാൻ വേണ്ടിയല്ലേടി അമ്മ കഷ്ടപ്പെട്ട് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചത്? നിനക്കത് കഴിച്ചാൽ എന്താ കുഴപ്പം? ഇത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസക്ക് കൊണ്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. അതുകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് കഴിക്കാം. കൃഷ്ണമോള് തിരിച്ചടിച്ചു. നീ അത് കഴിക്കില്ല. നീ അത് കഴിച്ചാൽ ഞാൻ അതിൽ തുപ്പുമെന്ന് രോഹിത് ഭീഷണിപ്പെടുത്തി. കൃഷ്ണമോൾ ഉറക്കെ അച്ഛാ എന്ന് വിളിച്ചു. അച്ഛൻ വരുമെന്ന് പേടിച്ച് രോഹിത് അടങ്ങി. വൈജയന്തിക്ക് ദേഷ്യം സഹിക്കാനായില്ല. ഇവളൊരു കരിങ്കാലിയാണ്. എങ്ങനെയാണ് ഇവളിങ്ങനെ തല തിരിഞ്ഞു പോയതെന്ന് വൈജയന്തി ശപിച്ചു. എൻ്റെ തലയല്ല, നിങ്ങളുടെയൊക്കെ തലയാണ് തിരിഞ്ഞു പോയിരിക്കുന്നത്, കൃഷ്ണമോള് മറുപടി നൽകി. വൈജയന്തി മകളെ തല്ലാനായി ചാടി എഴുന്നേറ്റു. നിന്റെ കർണ ഞാൻ അങ്ങ് അടിച്ചു പൊളിക്കും. ഇത്രയുമായപ്പോൾ കൃഷ്ണമോൾക്ക് വല്ലാത്ത വിഷമമായി. കണ്ണ് നിറഞ്ഞ് അവൾ നേരെ അടുക്കളയിലേക്ക് ഓടി. അടുക്കളയിൽ നിന്ന് കരയുന്ന കൃഷ്ണമോളെ കണ്ട് അലീനക്ക് സഹിച്ചില്ല. അവൾ സ്നേഹത്തോടെ കൃഷ്ണമോളുടെ അടുത്തെത്തി. എന്തിനാ മോളെ നീ ഈ കരയുന്നത്? സാരമില്ല, വാ നമുക്ക് ഭക്ഷണം കഴിക്കാം. അലീന അവളെ ആശ്വസിപ്പിച്ചു. കൃഷ്ണമോള് വേണ്ട എന്ന് വാശി പിടിച്ചു. അലീന വിട്ടില്ല. അവൾ കൈകൾ കഴുകി ഒരു ചെറിയ ടേബിളിൽ ഭക്ഷണം എടുത്തു വെച്ച് കൃഷ്ണമോളെ നിർബന്ധിച്ചിരുത്തി. എന്നിട്ടും സങ്കടം മാറാതെ എഴുന്നേറ്റ് പോയ കൃഷ്ണമോളെ അലീന പിടിച്ചു നിർത്തി. ചേച്ചിയുടെ അനിയത്തി കുട്ടിയല്ലേ, കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കൈകൊണ്ട് തന്നെ ചോറുവാരി അവൾക്ക് കൊടുത്തു. സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടിയ കൃഷ്ണമോളെ അലീന നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. ഒരു ചേച്ചിയുടെ സ്നേഹം മുഴുവൻ ആ നിമിഷത്തിൽ അവിടെ നിറഞ്ഞു നിന്നു. ഭക്ഷണം കഴിച്ച ശേഷം രോഹിത്തും ബബിതയും കൃഷ്ണമോളെ വിളിച്ചു വരുത്തി. അമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഫുഡ് മാത്രമേ നീ കഴിക്കൂ. ഇനി മേലാൽ അലീന ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കരുത്, രോഹിത് ശാസിച്ചു. ഞാൻ കഴിക്കും. ഈ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അത് ഞാൻ കഴിക്കും, കൃഷ്ണമോള് തറപ്പിച്ചു പറഞ്ഞു. നീ ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ ഞാൻ അച്ഛനോട് പറയാം, കൃഷ്ണമോള് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നീ ഏത് സൈഡിലാണ് നിൽക്കുന്നതെന്ന് രോഹിത് ചോദിച്ചു. എനിക്ക് സൈഡൊന്നുമില്ല, ഞാൻ ന്യായത്തിന്റെ ഭാഗത്താണ് നിൽക്കുന്നത്, അല്ലാതെ വെറുതെ ആരുടെയും സൈഡ് പിടിക്കാനൊന്നും എനിക്ക് വയ്യ. കൃഷ്ണമോളുടെ മറുപടി വ്യക്തമായിരുന്നു. നീ നിഷ്കളങ്കതയൊന്നും കാണിക്കണ്ട, നമ്മൾ അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം, രോഹിത് പറഞ്ഞു. അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? കൃഷ്ണമോള് ചോദിച്ചു. തെറ്റും ശരിയൊന്നും നീ അത് നോക്കണ്ട, അത് നോക്കാനുള്ള പ്രായം നിനക്കായിട്ടില്ല, രോഹിത് പറഞ്ഞു. ആ പ്രായം ഏട്ടനായി കാണില്ല, പക്ഷേ എനിക്ക് തെറ്റും ശരിയും തിരിച്ചറിയാം. വെറുതെ ഞാൻ അമ്മയുടെ സൈഡൊന്നും പിടിക്കില്ല എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അവിടെ നിന്നും പോയി. ബബിതയും രോഹിതും അവളെ പകയോടെ നോക്കി നിന്നു. അലീന പിന്നീട് ബാലചന്ദ്രന്റെ മുറിയിലേക്ക് ചെന്നു. നടന്ന കാര്യങ്ങളെല്ലാം ബാലചന്ദ്രനോട് പറഞ്ഞു. ബാലചന്ദ്രൻ തിരിച്ചോട് പറഞ്ഞു, നീ അതൊന്നും കാര്യമാക്കേണ്ട. കുറച്ചു ദിവസം വൈജയന്തി ആ മോശം ഭക്ഷണം കഴിക്കുമ്പോൾ അവർ അവിടെ നിന്നും മടുത്തങ്ങ് നിർത്തിക്കോളും. എന്നിട്ട് ബാലചന്ദ്രൻ അലീനയോട് ചോദിച്ചു, ഇപ്പോൾ ഞാൻ വളരെ കൂളാണ്, അതെന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? ഞാൻ കൂടെയുള്ളത് കൊണ്ടല്ലേ? അലീന ചോദിച്ചു. അതുകൊണ്ടല്ല, നീ എന്റേതായതുകൊണ്ടാണ്. ബാലചന്ദ്രന്റെ ആ മറുപടി അലീനയിൽ വല്ലാത്ത സന്തോഷം നിറച്ചു. അവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അംഗീകാരം തന്നെയായിരുന്നു അത്.
പിന്നീട് കഥ കൂടുതൽ സങ്കീർണമാവുകയാണ്. ബാലചന്ദ്രൻ മനുവിനോട് പറയുന്ന വാക്കുകൾ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയായിരുന്നു. ഇനി നിനക്ക് വേണമെങ്കിൽ അവളെ കെട്ടാം, അവൾ നിന്റെ മുറപ്പെണ്ണാണ്. അങ്കിളുടെ ഈ വെളിപ്പെടുത്തൽ മനുവിനെ ഞെട്ടിക്കുന്നുണ്ട്. എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്ത എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സമ്പത്തും ഞാൻ അവൾക്കും കൊടുക്കും എന്ന് ബാലചന്ദ്രൻ പ്രഖ്യാപിച്ചു. ഡൈനിങ് ടേബിളിൽ വീണ്ടും വഴക്ക് നടക്കുന്നു. അലീനയുടെ ഭക്ഷണം കഴിച്ചതിന് രോഹിത് കൃഷ്ണമോളുടെ പ്ലേറ്റ് എറിഞ്ഞു കളഞ്ഞു. ഇത് കണ്ട് ഓടി വരുന്ന ബാലചന്ദ്രൻ രോഹിത്തിന്റെ കർണത്തടിക്കുന്നു. മകളെ തല്ലിയത് കണ്ട് വൈജയന്തി ചാടി വീഴുന്നു. സമാധാനത്തോടെ സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന വീടായിരുന്നു ഇത്. ആ വീട് ഈ പരുവത്തിൽ എത്തിച്ചത് നീ എന്ന പിശാചാണ് എന്ന് പറഞ്ഞ് അവർ അലീനക്ക് നേരെ തിരിയുന്നു. അലീന നിസ്സഹായായി കണ്ണീരോടെ എല്ലാം കേട്ടു നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡൊക്കെ തന്നെയാണ് കേട്ടോ. ബാലചന്ദ്രൻ മനുവിനോട് പറഞ്ഞിരിക്കുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളത്തെ എപ്പിസോഡ് ഉടനീളം പോകുന്നത്. അതായത് മനുവിനോട് ബാലചന്ദ്രൻ തന്നെ തുറന്നു പറയുന്നുണ്ട് അലീന തന്റെ സ്വന്തം മുറപ്പെണ്ണാണ് എന്ന കാര്യം. മനുവിന്റെ മനസ്സിൽ ഓൾറെഡി അലീന ഇടം നേടിക്കഴിഞ്ഞു. പക്ഷേ ഇത് തന്റെ സ്വന്തം മുറപ്പെണ്ണാണ് എന്ന സത്യം തിരിച്ചറിയുന്നതോടുകൂടെ തന്നെ പിന്നീട് വളരാൻ പോകുന്നത് അവരുടെ പ്രണയബന്ധമായിരിക്കും. അപ്പോൾ കാത്തിരുന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.